വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ സിലബസിൽ വരുന്ന മറ്റൊരു പ്രധാന ഭാഗമായ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് റിസർവ്സ്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. The amount set apart for meeting unforeseen contingencies is known as reserve and for the expected contingencies is known as provision. അപ്പോൾ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫോർ മീറ്റിംഗ് അൺഫോർസീൻ കോണ്ടിജൻസീസ്. വാട്ട് ഈസ് അൺഫോർസീൻ കോണ്ടിജൻസീസ്? അൺഫോർസീൻ കോണ്ടിജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇവൻറ്റ് വിച്ച് കനോട്ട് പ്രെഡിക്റ്റ്, അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻറ്റിനെയാണ് നമ്മൾ അൺഫോർസീൻ കോണ്ടിജൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫോർ മീറ്റിംഗ് അൺഫോർസീൻ കോണ്ടിജൻസീസ്. അൺഫോർസീൻ ആയിട്ടുള്ള കോണ്ടിജൻസീസ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെക്കുന്ന ഫണ്ട്, അതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ഇൻകം മുഴുവൻ സ്പെൻഡ് ചെയ്യാതെ കുറച്ച് എമൗണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി നമ്മൾ കരുതി വെക്കും, അല്ലേ? അത് നമ്മുടെ റിസർവ് ആണ്. അതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് റിസർവ് ആൻഡ് പ്രൊവിഷൻ എമംഗ് അതർ തിങ്സ് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെപ്പിറ്റ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് എഫെയർസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ അക്കൗണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ അവിടെ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൽ ഹെൽപ്പ് ടു മീറ്റ് എ ഫ്യൂച്ചർ ലാബിലിറ്റി ഓർ ലോസ്. അപ്പം റിസർവ്സ് ഓർ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ സെറ്റപ്പാർട്ട് ചെയ്യുന്ന എമൗണ്ട് ആണെന്ന് പറഞ്ഞു. അത് എന്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും? മീറ്റ് എ ഫ്യൂച്ചർ ലാബിലിറ്റി ഓർ ലോസ്. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ലാബിലിറ്റി അല്ലെങ്കിൽ ഒരു ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഫുൾഫിൽ സർട്ടൻ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ലൈക്ക് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഓഫ് ആൻ അസെറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസെറ്റ് ഉണ്ട്, ആ അസെറ്റിൻ്റെ റിപ്പയേഴ്സിനും അതിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടി നമ്മൾ എന്തെങ്കിലും എമൗണ്ട് ചിലവാക്കുകയാണെങ്കിൽ അത് നമുക്ക് റിസർവ്സ് എന്ന് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. നമ്മൾ റിസർവ് കീപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിന് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് റീപ്ലേസ് ആൻ അസെറ്റ്. അസെറ്റിനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് റെഡീം എ ഫ്യൂച്ചർ ലാബിലിറ്റി. നമുക്കൊരു ഫ്യൂച്ചറിൽ വരുന്ന ലാബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡീം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ റിസർവ് പ്രൊവിഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു യൂസ്ഫുൾനെസ്സാണ്. ഈ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രൊവിഷൻ യൂഷ്വലി മീൻസ് എനി എമൗണ്ട് റിട്ടേൺ ഓഫ് ഓർ റീറ്റെയിൻ ബൈ വേ ഓഫ് പ്രൊവൈഡിങ് depreciation, renewals or diminution in the value of assets or retained by way of providing for any non-liability of which the amount cannot be determined with substantial accuracy. പ്രൊവിഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ്. റിസർവ് പോലെ തന്നെയാണ് നമ്മൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ അതൊരു നോൺ ലാബിലിറ്റി ആയിരിക്കും. കാരണം നമുക്ക് ഡിപ്രിസിയേഷൻ നമുക്കറിയാം, നമ്മൾ അസറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിപ്രിസിയേഷൻ എറൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നോൺ ലാബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് പ്രോഫിറ്റാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. Then provisions are the amount set aside out of profit and other surpluses for depreciation, renewals or diminution in the value of asset, any non-liability of which the amount cannot be determined with substantial accuracy. Then നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ പ്രൊവിഷൻ എന്ന് പറയുമ്പം അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ, പ്രൊവിഷൻ ഫോർ ഡാമേജസ്, അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം പ്രൊവിഷൻ എന്ന കേസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ റിസർവ് ആണെങ്കിൽ റിസർവിലും നമുക്ക് പല ടൈപ്സ് ഉണ്ട്. പല ടൈപ്സിൽ റിസർവ് വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാം.
പ്രൊവിഷൻ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്സ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ക്രിയേഷൻ. എ റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് വൈൽ എ പ്രൊവിഷൻ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രൊവിഷനും റിസർവും നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അതിന് ചില ഡിഫറൻസസ് ഉണ്ട്. വിച്ച് ആർ ദ ഡിഫറൻസസ്? ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ക്രിയേഷൻ. In the case of creation of provision and dividend, there is some differences. A reserve is an appropriation of profit. നമുക്കറിയാം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റിൻ്റെ കേസ് ആണെങ്കിൽ എ റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് അൺനോൺ കോണ്ടിജൻസീസ് ആണ്. പക്ഷേ പ്രൊവിഷൻ എന്ന് പറയുന്നത് നോൺ ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനാണ്, ഡിപ്രിസിയേഷനൊക്കെ. നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ഇൻ അക്കൗണ്ടിങ് ആണെങ്കിൽ റിസർവ് ഈസ് ഷോൺ ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റം ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. റിസർവ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. ഈ പ്രൊവിഷൻ ഈസ് ജനറലി സബ്സ്ട്രാക്റ്റഡ് ഫ്രം റെസ്പെക്റ്റീവ് ഐറ്റം ആൻഡ് ഈസ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിലാണ് പ്രൊവിഷൻ കാണിക്കുന്നത്. അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇതിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് യൂട്ടിലൈസേഷൻ ആണെങ്കിൽ ബാലൻസ് ഇഫ് എനി ഇൻ റിസർവ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ പ്രോഫിറ്റ്, അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഇഫക്റ്റ് ഓൺ ഫണ്ട് പൊസിഷൻ. ക്രിയേഷൻ ഓഫ് റിസർവ്സ് ഇൻക്രീസസ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വൈൽ ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഡിക്രീസസ് ഫണ്ട്സ് അല്ലേ. അപ്പം ക്രിയേഷൻ ഓഫ് റിസർവ് എന്ന് പറയുമ്പം അത് പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഡിക്രീസസ് ഹിസ് ഫണ്ട്സ്. അപ്പം റിസർവ് ഇൻക്രീസ് ചെയ്യും, പ്രൊപ്രൈറ്റർ ഫണ്ട് പ്രൊവിഷൻ ഡിക്രീസ് ചെയ്യും അല്ലേ. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ഔട്ട്സൈഡ് ദ ബിസിനസ്സിൽ നമുക്ക് റിസർവ് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ പ്രൊവിഷൻ നമുക്ക് ഔട്ട്സൈഡ് ദ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്ര കാര്യങ്ങൾ അതിൻ്റെ ഡിഫറൻസിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് റിസർവ്, എന്താണ് പ്രൊവിഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രൊവിഷൻ്റെ നമ്മൾ ടൈപ്സ് പറഞ്ഞു അല്ലേ, ഏതൊക്കെ ടൈപ്സാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിസർവ്സ് നോക്കാം. ഏതൊക്കെ ടൈപ്സ് ഓഫ് റിസർവ്സ് ആണ് വരുന്നത്? അപ്പോൾ അതിൽ ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് ആണ്. ദീസ് റിസർവ്സ് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് ഓഫ് ആൻ അൺയൂഷ്വൽ നേച്ചർ. They represent balances which are generally available for distribution by way of dividend among shareholders of a company. അപ്പോൾ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ്. അത് മനസ്സിലാക്കി വെക്കുക. റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാട്ട് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപ് തന്നെ നമുക്ക് പല ചെലവുകൾ വരും അല്ലേ, അതെല്ലാം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സിൽ വരുന്ന പ്രോഫിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാപിറ്റൽ റിസർവ്സിൽ വരുന്നത് അല്ലേ. അപ്പോൾ റിസർവ്സ് വിച്ച് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദിസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കും എക്സാമിന്. ക്യാപിറ്റൽ റിസർവിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ ചോദിക്കും. ക്യാപിറ്റൽ റിസർവ് ബീങ് എ ക്രെഡിറ്റ് ബാലൻസ് ഈസ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. സച്ച് റിസർവ് മേ ഹവർ ബി യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ഇൻ സച്ച് ഇൻ കേസ് ക്യാപിറ്റൽ റിസർവ് എമൗണ്ട് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ റിസർവ് കാണിക്കുക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് റവന്യൂ റിസർവ് ആണ്. റവന്യൂ റിസർവ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. ക്യാപിറ്റൽ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ റവന്യൂ റിസർവ്സിൽ തന്നെ സ്പെസിഫിക് റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അതൊക്കെ അതിന് എക്സാമ്പിളാണ്.
ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റിറ്റൻഷൻ ഓഫ് എ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ബട്ട് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിന് മൊത്തത്തിൽ ജനറലായിട്ട് വരുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് and crediting general reserve account. The general reserve account is shown on the liability side of the balance sheet. അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിസർവ് വിച്ച് വിൽ നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് റിഡക്ഷൻ ഇൻ ഡിസ്ക്ലോസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ഓൾസോ ടാക്സ് ലയബിലിറ്റി. നമ്മളത് ബാലൻസ് ഷീറ്റിലൊന്നും കാണിക്കില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു സീക്രട്ട് റിസർവ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അത് ആരെയും നമ്മൾ കാണിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കുറച്ച് കാണിക്കണം. ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്താൽ നമ്മൾ ജസ്റ്റ് സീക്രട്ടായിട്ട് കുറച്ച് റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടാക്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ ആ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സീക്രട്ട് റിസർവ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് സീക്രട്ട് റിസർവ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുക, ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രിയേറ്റിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഷോയിങ് കണ്ടിജന്റ് ലാബിലിറ്റീസ് ആസ് ആക്ച്വൽ ലാബിലിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിസർവ്സിൻ്റെ ടൈപ്പ് വരുന്നത്. ഏതൊക്കെ പറഞ്ഞു നമ്മൾ? ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ്. റവന്യൂ റിസർവിൽ വരുന്നതാണ് സ്പെസിഫിക് റിസർവ്, പിന്നെ വരുന്നത് ജനറൽ റിസർവ് ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു ടൈപ്പ് സീക്രട്ട് റിസർവ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ്, സീക്രട്ട് റിസർവ് എന്നതാണ് മെയിനായിട്ട് റിസർവ്സിൻ്റെ കേസിൽ വരുന്ന ടൈപ്പ്. പ്രൊവിഷൻ എന്ന് പറയുമ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരും, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് വരും, പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റേഴ്സ് വരും. അതെല്ലാം പ്രൊവിഷനിൽ വരുന്ന ടൈപ്പാണ്. പിന്നെ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? റിസർവ്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ അൺനോൺ ലയബിലിറ്റീസ് ആണ്. പ്രൊവിഷൻ എന്ന് പറയുമ്പം എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് ഫോർ നോൺ ലയബിലിറ്റി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിനും അതുപോലെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്